ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക കേട്ടോ. ഇനി ഒരു ടീസ്പൂണ് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ബീറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ബീറ്റർ ഇല്ലാത്തവര് ഇതേ പ്രോസസ്സ് മിക്സിയിൽ ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഈ മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തെടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പൊ ഇത് നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് ഇളം ചൂട് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു 8 ഇഞ്ചിന്റെ ബേക്കിംഗ് മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്ത് ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ 30 മിനിറ്റ് കഴിയാതെ ഇത് തുറന്ന് നോക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് തന്നെ താന്നു പോകും. അപ്പൊ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു കറക്റ്റ് 35 മിനിറ്റ് ആണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ആവാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പൊ ഇത് ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് വനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 1 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 1 മിനിറ്റ് ഫസ്റ്റ് ലോ സ്പീഡിൽ, പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പൊ ചിലർക്ക് ക്രീമിന് നല്ല മധുരം വേണ്ടി വരും കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്രീം നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കേക്കും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ കേക്ക് 3 ലെയർ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് നൂല് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പഴയ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു ടേണിംഗ് ടേബിളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചുകൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീം വെച്ചുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് നീങ്ങി പോകാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ലെയർ ആദ്യം വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോപ്പ്ഡ് ചെറീസും കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ട് ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഒരു സ്ക്രാപ്പറോ ഐസിങ് നൈഫോ യൂസ് ചെയ്തിട്ട് കേക്ക് ഒന്ന് ലെവലിംഗ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡിലൊക്കെ ഒന്ന് ഗ്രേറ്റഡ് ചോക്ലേറ്റ് വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സും ചെറീസും വെച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കേക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.